തൃശൂർ നരബലിയുടെ ഉത്തരവാദികളാര്? തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടനത്തിൽ ഈ വാർത്ത തയ്യാറാക്കുന്ന സമയത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത് 14 പേരുടെ മരണമാണ്. അതിൽ 9 പേരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 13ഓളം പേർ ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. ഈ അപകടത്തിന്റെ പ്രാഥമിക നിഗമനം കനത്ത ചൂടായിരിക്കാം എന്നതായിരുന്നെങ്കിലും കനത്ത ചൂടല്ല അപകട കാരണമെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിലയിരുത്തി. ഷോർട്ട് സർക്യൂട്ട് സാധ്യതയുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ലൈസൻസ് ഉണ്ടെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിരുന്നോ എന്നതും പരിശോധിച്ചു വരികയാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഈ കമ്പപ്പുരയിൽ അപകടത്തിന് തൊട്ടു മുമ്പ് വരെ കയറിയിറങ്ങി നടന്നവർ മറ്റാരുമല്ല, മാധ്യമപ്രവർത്തകരാണ്. അവർ മത്സരിച്ച് ഈ കമ്പപ്പുരയിൽ കയറിയിറങ്ങി വെടിമരുന്ന് നിറയ്ക്കുന്നതും അവർ പാട്ടുപാടുന്നതുമൊക്കെ ചിത്രീകരിച്ചു സംപ്രേഷണം ചെയ്തു. ഏഷ്യനെറ്റ് അടക്കം സംപ്രേഷണം ചെയ്ത വിൽസൺ അടക്കമുള്ളവരുടെ പാട്ടുകൾ കേട്ട് മറ്റുള്ള മാധ്യമപ്രവർത്തകരും അവിടേക്ക് കൂട്ടമായി തള്ളിക്കയറിയിട്ടുണ്ട്. വിൽസന്റെ ഈ വാക്കുകൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഇതുപോലെ നമ്മുടെ പോലുള്ള ചാനലുകാർ വന്നപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ പറഞ്ഞു, നേരിട്ട് ലൈവായിട്ട് നമ്മൾ നിറയ്ക്കണ മരുന്നൊന്നും കാണിക്കണ്ട, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നാടകം അഭിനയിച്ചു. അപ്പോൾ നേരിട്ട് നമ്മൾ ശരിയായിട്ടുള്ള കെമിക്കലൊന്നും അവിടെ ഇല്ല, നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുക എന്ന് മാത്രമല്ല, വേറെ മരുന്നുകളൊന്നും നേരിട്ട് ഇറക്കിയില്ല. ഈ ചാനലുകാരൊക്കെ കഴിഞ്ഞ് പോയപ്പോഴാണ് ഈ നിറവിൻ്റെ അവിടെയൊക്കെ തുടങ്ങി വെച്ചത്. ഷൂട്ടിനായി വന്ന മാധ്യമപ്രവർത്തകരോ ക്യാമറാമാന്മാരോ ക്യാമറ അസിസ്റ്റന്റുമാരോ ഡ്രൈവർമാരോ അവിടെ നിന്നും അടുത്തപ്പോൾ വല്ല സിഗരറ്റും വലിച്ചെറിച്ച് കളഞ്ഞ കുറ്റിയിൽ നിന്നും വലുതും തീപിടർന്ന് ഉണക്കപ്പുല്ലോ കരിയിലയ്ക്കോ ഒക്കെ തീപിടിച്ച് അപകടമുണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ സാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളയരുത്. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായി ഒരു കുഴപ്പവുമില്ലാതെ ഈ പണി ചെയ്തുകൊണ്ടിരുന്നവരാണ് അവിടെ ഉണ്ടായിരുന്നവർ എന്ന് മനസ്സിലാക്കണം. മുൻവർഷങ്ങളിലൊന്നും കമ്പപ്പുരയുടെ ഉള്ളിൽ പോയി മരുന്ന് നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരും പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ മറ്റൊരു സാധ്യത അട്ടിമറി സാധ്യതയാണ്. തൃശൂർ പൂരം കലക്കിയാണ് BJP തൃശൂർ പിടിച്ചത് എന്നൊരു സംസാരം അന്തരീക്ഷത്തിലുണ്ട്. പൂരം കലക്കാനുള്ള എളുപ്പമാർഗം ഇതാണ് എന്ന് മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു ദുഷ്ടശക്തികൾ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടത്തിയതാണോ എന്നും അന്വേഷിക്കണം. എന്തു തന്നെയാണെങ്കിലും അപകടം ഉണ്ടാകുന്നതുവരെ ഉറക്കത്തിലായിരുന്ന ഇവിടെയുള്ള സകല സംവിധാനങ്ങളും കൂടും കുടുക്കയുമായി ഇന്ന് രാവിലെ മുതൽ അപകട സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തെ ആഘോഷമാക്കി എല്ലാ ദൃശ്യങ്ങളിലും ചൂടോടെ ഒപ്പിയെടുക്കുവാൻ സകല മാധ്യമങ്ങളും അവിടെ മത്സരിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഏതെങ്കിലും കത്തിക്കരിഞ്ഞ ഒരു ശരീരഭാഗം കിട്ടുന്നതും കാത്ത് അവർ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് കാണുക. ഈ വെടിക്കെട്ട് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് 2012 മുതൽ നിയമപോരാട്ടം നടത്തുന്ന തൃശൂർ സ്വദേശി ജോജോ ഉമ്പാവ് തന്റെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ITV ന്യൂസിന് അയച്ചു നൽകിയത് കാണുക.
സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഒരു വെടിക്കെട്ട് നടക്കുവാൻ പോകുന്ന തൃശൂർ പൂരം. ഇതിന് മുന്നോടിയായി ഇരുവിഭാഗങ്ങളുടെയും കമ്പപ്പുരയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അനുവദനീയമായ അളവിൽ കൂടുതൽ വെടിമരുന്നുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടോ, എഫക്റ്റ് കൂട്ടുവാൻ അനുവദനീയമല്ലാത്ത ഏതെങ്കിലും സ്ഫോടക വസ്തുക്കൾ ചേർത്തിട്ടുണ്ടോ, ആ ഏരിയയിൽ ജീവിക്കുന്നവരുടെ ജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാകുവാൻ സാധ്യതയുണ്ടോ, ഇനി അപകടമുണ്ടായാൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള സാധ്യതകൾ അവിടെയുണ്ടോ എന്നൊരു ത്രെറ്റ് പെർസെപ്ഷൻ ഇവർക്കുണ്ടായിരുന്നു. ഇല്ല എന്ന് വേണം പറയുവാൻ. വേണ്ട സമയത്ത് ആ പണിയൊന്നും ചെയ്യാതെ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ സകല നാറികളും ശവം പെറുക്കുവാൻ നടക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഒരു ദേവനും ദേവിയും ആ ചുട്ടുചാമ്പലായ മനുഷ്യരെ സഹായിക്കുവാൻ വന്നില്ല എന്നോർക്കണം. ഈ ഉണ്ടായ നഷ്ടം മുഴുവൻ ഇതിൻ്റെ നടത്തിപ്പുകാരുടെ കൃത്യവിലോപം കാണിച്ച ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഈടാക്കുക തന്നെ വേണം. പ്രകാരം ഒരു ദുരന്തമുണ്ടായ ശേഷം സർക്കാർ കൈകൊണ്ട കാര്യങ്ങൾ നിങ്ങൾ കാണുക. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഓൺലൈനായി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് അന്വേഷണത്തിന് തീരുമാനമായത്. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ നൽകുവാനും തീരുമാനമായി. സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിക്കും. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയും അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കും. പരിക്കേറ്റവരുടെ 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. ഇതിനാവശ്യമായ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. ഇതിനു പുറമെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദനീയമായ തുക ചികിത്സാ ധനസഹായമായി നൽകുകയും ചെയ്യും. 6 മാസത്തിലധികമായി ചികിത്സ വേണ്ടി വന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. തിരച്ചിലും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുന്നതിനു വേണ്ടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ മതിൽ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അവ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിന് ചെലവാകുന്ന യഥാർത്ഥ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിക്കും. നല്ല കാര്യമാണ്. അപകടത്തിൽപ്പെട്ട ഈ പാവങ്ങളെ സഹായിക്കുക തന്നെ വേണം. പക്ഷേ ഈ പണം പൊതുഖജനാവിൽ നിന്നല്ല ചിലവാക്കേണ്ടത്. അഥവാ ചിലവാക്കിയാൽ തന്നെ ഈ കച്ചവടത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായ ദേവസ്വത്തിൻ്റെ കയ്യിൽ നിന്നും ഈടാക്കണം. അതൊരു ഒഴിഞ്ഞ വയൽ പ്രദേശമായതുകൊണ്ട് തന്നെ ഇത്രയുമൊക്കെ പേരെ മരിച്ചുള്ളൂ. പൂരത്തിൻ്റെ അന്നായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ആലോചിക്കുക. കാലം ഇത്രയുമൊക്കെ പുരോഗമിച്ചില്ലേ? ഈ പ്രാകൃത ആചാരങ്ങളൊക്കെ അവസാനിപ്പിച്ച് മനുഷ്യരായിക്കൂടെ? ഈ പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് വിവരമറിഞ്ഞ് ഈ ദുരന്ത സ്ഥലത്തെത്തിയ ജോജോ എന്ന തൃശ്ശൂർ സ്വദേശിയുടെ പ്രതികരണമാണ്. പള്ളികളിലെ വെടിക്കെട്ട് നിർത്തുന്നതിനെതിരെ 2012 മുതൽ നിയമപോരാട്ടം നടത്തി അതിൽ ഒരു പരിധിവരെ വിജയിച്ച ആളാണ് ഈ ജോജോ. അന്നും ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ജോജോയുടെ പ്രവർത്തനങ്ങൾ വാർത്തയാക്കാതിരുന്നപ്പോൾ സഹായിച്ചത് i2 ന്യൂസാണ്. ജോജോയുടെ വാക്കുകളിലേക്ക്. ഞാൻ തൃശ്ശൂരത്തെ ജോജോ ആണ്. വെടിക്കെട്ട് ഇഷ്യൂ ആയിട്ട് പള്ളിയിലെ വിഷയമായിട്ട് ഒന്ന് വിളിച്ചു അല്ലേ? പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലാണല്ലോ ഇപ്പൊ വീണ്ടും ആ ദുരന്തം ഉണ്ടായത്. അന്ന് പല ചാനലുകളിലും അന്ന് വിളിച്ചിട്ട് ആരും തന്നെ വാർത്തകൾ ചെയ്തില്ല. സത്യത്തില് അന്ന് i2 ചാനലാണ് ഈ സത്യം ധീരമായിട്ട് അത് പ്രസിദ്ധീകരിച്ചത്. നമ്മൾ എത്ര വർഷം മുമ്പാണ് കൊടുത്തത്? ഒരു 2022 തോന്നുന്നു. 4 വർഷത്തിന് മുമ്പ്. 4 വർഷം. പക്ഷെ ഞാൻ ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട് 2012 തുടങ്ങിയതാണ്. അന്നൊക്കെ ഞാൻ ഈ വിഷയം കേസുമായി മുന്നോട്ട് പോയ സമയത്ത് എനിക്ക് നാട്ടില് കുടുംബക്കാരുടെ അടുത്ത് എല്ലായിടത്തും ഭീഷണിയായിരുന്നു. ഞാൻ ഒരു വിഷയം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവവും അറിവും അതനുസരിച്ചുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിനെ എതിർക്കാൻ അന്ന് തീരുമാനിച്ചത്. ജോജോ ശരിക്കും ചുരുക്കി പറയാവൂ, എന്തായിരുന്നു ആ വിഷയം? ഇപ്പോൾ അത് എങ്ങനെ യാഥാർത്ഥ്യമായെന്നൊന്ന് ചുരുക്കി പറയാവോ? അത് എന്താ വെച്ചാല് പള്ളികളില് വെടിക്കെട്ടുകൾ നടക്കും. വിശ്വാസികള് എല്ലാ വിശ്വാസികളല്ല, ചില കമ്പക്കാർക്ക് അല്ലെങ്കിൽ ഇത് കാര്യമായ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് അതിന്റെ പിന്നിൽ നിൽക്കുക. യഥാർത്ഥ വിശ്വാസികളൊന്നും ഇതിന്റെ പിന്നാലെ പോവില്ല. അപ്പോ ഇത് ഒരു തരം ലഹരിയാണ്.
നമ്മൾ ഈ മദ്യം ലഹരി എന്ന് പറഞ്ഞ പോലെ, അതുപോലെ തന്നെ മയക്കുമരുന്ന് ലഹരി എന്ന് പറഞ്ഞ പോലെ തന്നെ വെടിക്കെട്ട് ലഹരിയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ദുരന്തങ്ങളും ദൂഷ്യഫലങ്ങളൊക്കെ മറ്റുള്ളവരാണ് ഇത് അനുഭവിക്കേണ്ടി വരിക. ഇതുമായി ബന്ധപ്പെട്ട് ആരോട് ചെന്ന് പറഞ്ഞാലും ഒരു പരിഗണനയും സാധാരണക്കാരന് കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. നമ്മൾ ഏത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ ഇഷ്യൂ? 2012 ഞങ്ങളുടെ പള്ളിയിൽ ഒരു വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ശബ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരാതി കൊടുത്തപ്പോൾ അവര് പള്ളിക്കെതിരെ എന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തിയത്. നമ്മള് ഏത് പള്ളിയായിരുന്നു? തൃശ്ശൂരിലെ ഏത് പള്ളിയായിരുന്നു? തൃശ്ശൂരിലെ ഒല്ലൂര് സെന്റ് ആൻസ് പുറവന പള്ളി. അപ്പോ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന് കൂടുതൽ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നപ്പോഴാണ് ഞാൻ ഈ വിഷയം ഒരു അനീതിയാണെന്നുള്ള ഒരു ബോധ്യം വന്നതും, അതുപോലെ തന്നെ ഈ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും പാഠം പഠിക്കണില്ല, ഇതിന് വേണ്ട നിയമ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് ഞാനത് കൂടുതൽ ശക്തമായിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോ ഈ വിഷയം ഇത് ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിയപ്പോ നമുക്ക് ഇതിന്റെ ഗൗരവം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലാക്കിയപ്പോ ഇത് തീർത്തും ഇത് നിരോധിക്കേണ്ട കാലങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ ചൂട് കണ്ടില്ലേ, ഓരോ ദിവസം മനുഷ്യൻ വെന്തുരുകി മരിക്കുകയാണ്. അതേപോലത്തെ ചൂടുള്ള സമയത്ത് ഈ വലിയ മലിനീകരണം നടത്തുന്ന ഈ വെടിക്കെട്ടുകൾ നടത്തുമ്പോൾ ചൂട് കൂടുമ്പോൾ മനുഷ്യന് ആര് പറഞ്ഞു അലർജി പോലുള്ള അസുഖങ്ങൾ, ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ വരികയാണ്. ഇത് നിരപരാധികളാണ് ഇത് അനുഭവിക്കേണ്ടത്. വെടിക്കെട്ട് അത്യാവശ്യം ചില പല സ്ഥലങ്ങളിലും നടത്തണമെങ്കിൽ അതൊക്കെ സ്വല്പമൊക്കെ ആവാന്നല്ലാതെ ഇതിനു വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി രാഷ്ട്രീയമായിട്ട് അതുപോലെ ഉദ്യോഗസ്ഥർ ഇതിന്റെ പിന്നിൽ നിൽക്കുക. ഇപ്പോ ദുരന്തങ്ങൾ നമ്മളിത് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നടന്നു? ഇപ്പൊ തൃപ്പൂണിത്തുറ നടന്നു, ഇത്രയും വലിയൊരു ദുരന്തം നടന്നു, എത്രയോ കുടുംബങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി. ആരെങ്കിലും ഇതിൽ ഈ ചെയ്ത ആൾക്ക് ഈ സംഭവം ഉണ്ടാക്കാൻ ഇടയാക്കി ആരെങ്കിലും ശിക്ഷിച്ചതായിട്ട് നമ്മൾ കേട്ടാ? ഇതിൽ പ്രതി ആരെങ്കിലും ആണെന്ന് നമ്മൾ കേട്ടാ? ആരും നടന്ന ആ ദുരന്തം നടന്നിട്ട് ഇപ്പോൾ ഇതാ 10 വർഷമായിട്ടും ഒരു നടപടിയും ഇതുവരെ നടപടിയില്ല. അതിനുശേഷം തൃപ്പൂണിത്തുറ ഉണ്ടായി, വലിയ അപകടങ്ങൾ ഉണ്ടായി. ഈ ഉണ്ടായിട്ട് ആരെങ്കിലും പ്രതികളെ പിടിച്ച് ശിക്ഷ നടത്തിയത് അല്ലെങ്കിൽ ഇതില് എന്താ പറയാ നടപടികൾ സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും വില കേട്ട? നമ്മള് ഒന്നും കേട്ടില്ല. അതുകൊണ്ട് ഇനിയും ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ പരിസരത്ത് മുഴുവൻ ചാനലുകാരാ. ഈ ചാനലുകാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും വരില്ല. പക്ഷെ അവരൊക്കെ എന്താണ് ഈ ഉദ്യോഗസ്ഥരുടെ കൂടെയും ഈ മറ്റേ ഭരണത്തിന്റെ കൂടെ ദുരന്തം ആഘോഷിക്കാൻ എത്തിയതാ. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായപ്പോൾ അത് ഒപ്പിയെടുക്കാൻ 24 മണിക്കൂറും അവരുടെ ചാനലിൽ ഇത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ എല്ലാ റിപ്പോർട്ടർമാരും ഇവിടെ മയക്കം തൂക്കി പിടിച്ച് നമ്മുടെ ആ ഒരു നിയമ പോരാട്ടത്തിന്റെ എന്തായിരുന്നു, നമുക്ക് അനുകൂലമായ കോടതി വിധി ഒന്നും ലഭിച്ചിരുന്നില്ലേ? നമുക്ക് അത് ലഭിച്ചിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് നമുക്കൊരുപാട് കേസുകൾ നടത്തേണ്ടി വന്നു. പക്ഷെ അവസാനം അത് അംഗീകരിക്കേണ്ടി വന്നു. നമ്മൾ പറയുന്നത് ന്യായമാണ്, നിയമമാണ്, സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ എങ്ങനെ അത് അട്ടിമറിക്കപ്പെട്ടത്? അത് നമ്മുടെ പള്ളിയെ സംബന്ധിച്ച് അത് പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമത്തിന് മറ്റുള്ളവർ ഇതിന്റെ പിന്നാലെ പോയി എന്താ പറയാ ഇതിനെ ലൂപ്പ് ഹോൾ ഇട്ടിട്ട് ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ എതിർത്ത് പോവാൻ മറ്റാരും ഇല്ല. ഗവൺമെന്റ് ആണ് ഇതിനെ മറികടക്കാൻ വേണ്ടി, പക്ഷെ ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിലൊരു കമ്പ മാഫിയ ഉണ്ടോ? അതുണ്ടാവണല്ലോ, അല്ലാണ്ട് അത് നടക്കില്ലല്ലോ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില വക്കീലുമാരുണ്ട്, പ്രസിദ്ധരായിട്ടുള്ള വക്കീലുമാര്. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് പറയണത്. ഞാൻ അവരെ പേരെടുത്ത് അതിശയിക്കുന്നില്ല. ഈ വക്കീലുമാരൊക്കെ ഇവിടെ ഇപ്പോ ഈ ദുരന്തം ഉണ്ടാവുമ്പോ ഈ ദുരന്തത്തിനെ അപലപിക്കും. മറിച്ച് ഇവര് തന്നെ ഇത് നടത്താൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു കള്ളത്തരങ്ങളായിട്ടുള്ള കുറെ സത്യസന്ധരായിട്ടില്ലാത്ത കുറെ വ്യക്തികളുടെ കൂട്ടായ്മയിലെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ നാട് നശിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ പറയില്ലേ, ഇപ്പൊ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ അധികം അപകടം ഇല്ലാത്ത ചെറിയൊരു ഫയർ വർക്ക് നടത്തിക്കൊണ്ട് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നിയമാനുസൃതം നടത്തുന്നതിൽ ഞാനത് വിയോജിപ്പ് പറയുന്നില്ല. പക്ഷെ ഇതിനെ മറികടക്കുകയാണ്. ഇത് വലിയ ബോംബ് പോലെ പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ച് കുറെ ആളുകൾ
അതാണ് അവരെ ഏറ്റവും വലിയ വിശ്വാസം. അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ള ആ ഒരു പ്രതിഷ്ഠേനെ അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശൂരുള്ള പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ കത്തോലിക്ക പള്ളികളിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ കമ്പങ്ങൾ നടക്കുന്നത് അല്ലേ? ഉണ്ട്. ഈ പള്ളികളിൽ ഇങ്ങനെ വെടിമരുന്ന് സൂക്ഷിച്ചേക്കുന്ന ഒരു അവസ്ഥ പോലും അന്ന് പറഞ്ഞിരുന്നല്ലോ ജോജോ. ഉണ്ടായിരുന്നു. നമ്മുടെ പള്ളിയിൽ അതൊക്കെ ഒഴിവാക്കി. ബാത്റൂമിന്റെ സൈഡിലായിട്ട് ഉണ്ടായിരുന്നു. അതിപ്പോ അത് പൊളിച്ചു തന്നെ മാറ്റി. അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഇപ്പൊ അത് മറ്റേ പള്ളിയിലുള്ള അച്ഛന്മാരായാലും അതുപോലെ തന്നെ ഇപ്പൊ ജനങ്ങൾക്കും അത് ബോധ്യായി. നിങ്ങളുടെ പള്ളി നന്നായെന്ന് പറയാൻ പറ്റുമോ വെടിക്കെട്ട് വിഷയത്തില്? അപ്പൊ അവര് ഏറെക്കുറെയൊക്കെ അത് ഭംഗിയാക്കി ഇട്ടുണ്ട്. കാരണം വളരെയധികം കുറയ്ക്കാൻ തന്നെ വളരെയധികം കുറച്ചു. ഒരു ചടങ്ങ് പോലെ മാത്രമാക്കി. ഇപ്പൊ പള്ളിയിൽ വന്നിട്ടുള്ള അച്ഛൻ വളരെ വളരെ സിമ്പിളായിട്ട് സാധാരണ ഒരു വീട്ടിൽ പോലും പൊട്ടിക്കുന്ന അത്ര മാത്രം പൊട്ടിച്ചിട്ട് പെരുന്നാൾ ആഘോഷിച്ചു. ഒരു പുതിയൊരു അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്ന് അത് ഒക്കെ യാതൊരു തർക്കങ്ങളില്ലാതെ യാതൊരു അപായങ്ങളില്ലാതെ അതിനുവേണ്ടി ദൂർത്തടിക്കാതെ മനോഹരമായിട്ട് ഈ പെരുന്നാള് ആളെ കൊണ്ടാടി. അച്ഛന്റെ പേര് വർഗീസ് കുദ്ദൂർ എന്നാണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നടന്ന ഈ വെടിക്കെട്ട് അപകടം ഇനി വരാൻ പോകുന്ന ഇപ്പോൾ പള്ളി പെരുന്നാളുകളുടെ സമയമാകുന്നു, ഉത്സവങ്ങളുടെ സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയെങ്കിലും ഒരു പാഠം ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? പ്രതീക്ഷിക്കാം. ഇത് ശക്തമായ നിയമം ഇതിനുണ്ട്. പക്ഷെ ഈ നിയമം ഉണ്ടെങ്കിലും ഈ നിയമത്തിന് മറികടക്കലാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ വെടിക്കെട്ടുകളുടെ നിർമ്മാണം എങ്ങനെ മറികടന്ന് നിർമ്മിക്കാമെന്നുള്ളൊരു വലിയൊരു മീറ്റിംഗ് ആയിരുന്നു. വലിയ ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ്. എനിക്ക് ഭയങ്കര എങ്ങനെയൊക്കെ ഈ നിയമങ്ങളെ മറികടക്കാനുള്ള ഒരു ക്ലാസ് ആയിരുന്നു അവിടെ നടന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുമ്പോൾ വെടിക്കെട്ടുകാർക്ക് ജീവിക്കേണ്ടതാണ്. വെടിക്കെട്ടുകാർക്ക് തീർച്ചയായിട്ടും ജീവിക്കണം. അവരെ പുനരധിവസിക്കണം. അവർക്ക് വേണ്ട ഗവൺമെന്റ് വേണ്ട തൊഴിൽപരമായ കാര്യങ്ങളിൽ അവരെ സഹായിക്കണം. പക്ഷെ ഇതിപ്പോ എത്ര കുടുംബങ്ങള് അനാഥയായി. ഇവിടെ എത്ര 100 വീടിന് ഗ്ലാസുകൾ പൊട്ടിയിട്ടുണ്ട്, വീടിന് സ്ക്രാച്ചുകൾ പറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് കൂടുതലുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഏരിയ ഉണ്ടാവില്ല. അപ്പൊ സ്റ്റോക്ക് കുറവ് ആയതുകൊണ്ട് ഇത്രയും കാര്യമായിട്ട് ഇപ്പൊ ഇവിടെ ഇതിന് തൊട്ട് തന്നെ ഒരു പുതിയ വീട് ഇതുപോലെ മറുഭാഗത്തിന്റെ ഇതുപോലെ തന്നെ കമ്പപ്പര വേറെ എവിടെയെങ്കിലും കാണുമല്ലോ ഇതുപോലെ തയ്യാറായിരിക്കുന്നത്? ഉണ്ടാവാം. അതുണ്ടാവല്ലോ, സ്വാഭാവികമാണല്ലോ. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അധികാരികള് അതുപോലെ തന്നെ ഈ വിശ്വാസത്തിനെ കൈകാര്യം ചെയ്യുന്ന വൈദികരും അതുപോലെ തന്നെ സ്വാമിമാരൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങണം. നല്ല മനുഷ്യരിറങ്ങണം. കാരണം സ്വല്പം ആവാം പക്ഷെ ഇത് അമിതമായിട്ട് ചെയ്യാണ്. ഇപ്പൊ പാലക്കാട് ഭാഗത്ത് കാവശ്ശേരി എന്ന് പറഞ്ഞൊരു വെടിക്കെട്ടുണ്ട്. അവിടെ ആ വെടിക്കെട്ടിന് ദൂരം ഒരു 400 മീറ്റർ 500 മീറ്റർ ചുറ്റളവ് കിട്ടും. അവിടെ ഇനിയിപ്പോ ഒരു ബോംബ് കൊണ്ടിട്ടാൽ പോലും അവിടെ അപകടമില്ല. ഇത് ചുറ്റുവട്ടത്ത് വീടും ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലങ്ങളില് ഇതുപോലെ ഇപ്പൊ ഈ ചൂട് പറയില്ലേ, എന്താ ഇതിന്റെ കാരണം? എന്തെങ്കിലും അനുമാനങ്ങളുണ്ടോ? ഇപ്പം അനുമാനമല്ല, ചൂട് തന്നെ. ഇവിടെ എന്ത് ചൂടാണെന്ന് വിചാരിച്ചേ, ഭയങ്കരമായ ചൂടാണ്. നമ്മൾ നിന്നാൽ പോലും നമ്മൾ ഉരുകുന്ന തരത്തിലുള്ള ചൂടാണ്. അപ്പൊ വെടിമരുന്നും തീയും ഒരിക്കലും ചേരില്ലല്ലോ. സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ചെറിയ സ്പാർക്ക് ഫയർ ആവും. അപ്പൊ നമ്മൾ എത്ര സുരക്ഷ ഒരുക്കിയാലും ഇപ്പൊ പറയില്ലേ, വാവിട്ട വാക്കും കൈവിട്ട ആയുധം, എന്റെ ഭാഷയിൽ പറയുമ്പോൾ കത്തിച്ച പടക്കും നമ്മുടെ കയ്യിലല്ല. അത് വന്നു വീണോടത്ത് അത് നാശം വിതയ്ക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ സുരക്ഷ പറഞ്ഞാലും കാര്യമില്ല. ഇതിന്റെ വെടിമരുന്ന് തീയും ചേരില്ല. അത് കുറച്ച് കൊണ്ടുവരിക, അതിന്റെ മാറ്റങ്ങൾ വരുത്തുക, ഏറ്റവും സുരക്ഷമായി ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ. വേറെ ഒന്നുമില്ല. ഇതിന് നിയമത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ വരുന്നതിന്റെ കൂടുതലും കാരണം. ഈ പറയില്ലേ, നമ്മളൊക്കെ പൂർവികർ പോരാടിയതാണ് അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കെതിരെ. വീണ്ടും ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ നാടിനെയും പ്രകൃതിനെയും അയൽവാസികളെയും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു വലിയ ഒരു ഇതായിട്ട് മാറാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കാണുന്നത് എല്ലാ ചാനലുകളുടെ വണ്ടിയോടെ വന്ന് എല്ലാവരും ഇന്റർവ്യൂയിലും കാര്യങ്ങളാണ്. ഇവരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവില്ല. ഈ എത്രയോ പോലീസ് വണ്ടികൾ ഇവിടെ നിരത്തി ഇവിടെ കിടക്കുകയാണ്. ഇതൊക്കെ ഗവൺമെന്റിന് ചെലവല്ല. ഇവരൊക്കെ വന്ന് ഇവിടെ കിടക്കുകയാണ്. അവരൊക്കെ ഇവിടെ വന്ന് ഇത് ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ സത്യം. അപ്പോൾ പറയില്ലേ, ITV ചാനല് വളരെ മനോഹരമായിട്ട് സത്യങ്ങൾ വിളിച്ചു പറയുന്നു. സത്യം വിളിച്ചു പറയുന്നവന് കഞ്ഞില്ല എന്നാ പറയാ. പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ നാട് നന്നാവുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നല്ല കാര്യം ചെയ്യാന്ന് മാത്രമേ ഇതിൽ പറയാൻ പറ്റൂ. എല്ലാ വിജയാശംസകളും നേരുന്നു. ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ
ഇതിൻ്റെ നടത്തിപ്പുകാരോ ക്ഷേത്രപ്രമാണിമാരോ ശാന്തിമാരോ അവരുടെ കുടുംബാംഗങ്ങളോ രാഷ്ട്രീയ നേതാക്കളോ വലുതും ചാകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചവിട്ടുകൊണ്ട് ചാകുന്നതും പൊട്ടിച്ചിതറുന്നതും അന്ധവിശ്വാസികളായ അത്താഴപ്പട്ടണിക്കാരായ സാധുക്കളാണെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഒക്കെ നല്ലതാണ് ഒരു പരിധിവരെ. ദേവന്മാർക്കും ദേവിമാർക്കും ഒരു മിനിമം ഗ്യാരണ്ടിയെങ്കിലും മൊണ്ണകളായ വിശ്വാസികൾക്ക് നൽകുവാൻ കഴിയണം. എന്ത് മിനിമം? ഈ പരിപാടിക്കിടെ തല പോകില്ല എന്ന ഉറപ്പ്. അതിന് പറ്റുന്ന ദേവനോ ദേവിയോ തന്ത്രിയോ മന്ത്രിയോ ഇവിടെ ഉണ്ടോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.